ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ഹൽവ. ഇത് ഫസ്റ്റ് ബീട്രൂട്ട് ബീറ്റ് ചെയ്തത്, ഇത് പാൽപ്പൊടി, പഞ്ചാര, ഇത് കോൺഫ്ലവർ, ഇത് പാൽ. പിന്നെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ കുറച്ച് നെയ്യ്. ചട്ടി ചൂടായി കഴിഞ്ഞു, അതിനകത്ത് നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്യ് നല്ല ചൂടായി അരിഞ്ഞു വരുമ്പം അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കാം. പാല് തിളയ്ക്കുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ പാൽപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ അതിനകത്ത് മിക്സാക്കി ഇതാക്കണം. ഇത് നമ്മൾ പാല് നല്ലപോലെ വറ്റി പാൽപ്പൊടി നല്ല ആയിട്ട് മിക്സായിട്ട് നല്ല മഞ്ഞ കളറിൽ വരും. ഇത് നല്ല ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരണം. എങ്കിലേ അത് നമുക്ക് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പൊടിച്ചെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് ഇങ്ങനെ പാത്രത്തിന് വിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി ഇട്ട് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ചൂടാക്കാൻ വയ്ക്കാം. നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് നന്നായിട്ട് നെയ്യിൽ ഇളക്കി യോജിപ്പിച്ച് നമുക്കൊരു കുറച്ച് നേരം ഒന്ന് ആവി കയറാൻ ആക്കി കൊടുക്കാം. നല്ലപോലെ ആവി കയറി അത് വെന്തിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അടപ്പെടുത്ത് നോക്കാം. നല്ലപോലെ ഇതായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇവിടെ പഞ്ചസാര ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര എടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്കൊക്കെ നല്ല മധുരം വേണം, അതുകൊണ്ട് തേക്കോന് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ പിന്നെ നല്ല വെള്ളം പോലെ ആയി വരും. പഞ്ചസാര നല്ല മെൽറ്റായിട്ട് അതിനകത്ത് തീ നല്ല കൂട്ടി വെച്ച് കൊടുത്താൽ മതി. ഇപ്പം പെട്ടെന്ന് മെൽറ്റായി അത് സെറ്റ് ആയിക്കോളും. ഇത് ഏതാണ്ട് പഞ്ചസാര നല്ല മെൽറ്റായിട്ടതായി വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഇത്തിരി കുറുവി സെറ്റായി വരാനായിട്ട് ഇതിപ്പോൾ ഈ പരുവത്തിന് ഇങ്ങനെ കിടപ്പുണ്ട്. ഇവിടുന്നൊക്കെ തിള വരുന്നുണ്ട്. എന്നാലും നല്ലപോലെ തിളച്ച് നല്ല സെറ്റായി വരും. അത് തിളച്ച് നല്ല സെറ്റായി വരുന്ന നേരത്ത് നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ പാലൊഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഒരു 2-3 സ്പൂൺ പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ഇതൊരുവിധം വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നമ്മൾ ആദ്യമേ പാൽപ്പൊടിയും കൂടെ നെയ്യിനകത്താക്കി വെച്ചിരുന്ന സാധനം ഇട്ട് കൊടുക്കാം.
അത് നന്നായിട്ട് അതിനകത്ത് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇതിനകത്ത് ഇനി ഇത് ഇങ്ങനെ ഈ പരുവത്തിൽ നല്ലപോലെ അത് മിക്സ് ചെയ്ത് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ കോൺഫ്ലവർ പാലിൽ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും കൂടെ ആഡ് ചെയ്യാം. നമ്മൾ കോൺഫ്ലെക്സ് ഒക്കെ ഒഴിച്ച് ഈ പരുവം ആയി ചട്ടി ഇങ്ങനെ വിട്ട് എന്ന പരുവമാകുമ്പം നമ്മൾ തീ ഓഫ് ചെയ്ത് നമുക്ക് വേറെ ബൗളിലോട്ട് മാറ്റാം.